ഓക്സിൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഹോർമോണിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ പ്ലാൻ ഗ്രോത്തിനെയും സെൽ ഡിവിഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിൻ. മെയിൻലി ഓക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റെമ്മിലും ബഡ്സിലും റൂട്ട് ടിപ്സിലൊക്കെയാണ്. അതിൻ്റെ മെയിൻ എക്സാമ്പിളാണ് അസറ്റിക് ആസിഡ്, ഇൻഡോൾ അസറ്റിക് ആസിഡ്, IAA എന്ന് പറയും. ഇറ്റ്സ് ദ മേജർ എക്സാമ്പിൾ ഓഫ് ഓക്സിൻ. ഈ ഓക്സിന് മെയിനായിട്ട് കാണപ്പെടുന്നത് പ്ലാന്റിൻ്റെ ടിപ്പർ പാർട്സിലൊക്കെയാണ്. അതായത് ഷൂട്ട് ടിപ്പ്, റൂട്ട് ടിപ്പ്, മെരിസ്റ്റംസ് ഒക്കെയാണ് നമ്മൾ കാണപ്പെടുന്നത്. മെയിൻലി പ്ലാന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പോർഷൻസിലൊക്കെയാണ്. ആൻഡ് ഇത് ഒരു കീ റെഗുലേറ്ററായിട്ടാണ് ഓക്സിൻ പ്ലാന്റ്സിൽ അറിയപ്പെടുന്നത്. They inhibit growth of the plant. In high concentration, they inhibit growth. Auxins are promote the growth of stem, scillop tail, and dissipated scillop tails. But in some conditions, they are incapable of causing growth. In inactive places, auxins are synthesized continuously in the short apex and leaf primordia. Then little or no auxins are probably produced in roots from the synthesis sites. They move down to an elongation zone in the shoot or root. Their short distance distribution occurs by cell to cell diffusion and long distance distribution by phloem transport. In the other case, movement is basipetal and polar. ചില കേസിൽ ബേസിപ്പെറ്റലും പോളാറും ആണ് മൂവ്മെൻറ്റ്. മെയിൻ ഇൻഡോൾ ഡെറിവേറ്റീവ് IAA, സ്ട്രക്ചർ ഓഫ് IAA എന്ന് വെച്ചാൽ ഇൻഡോൾ അസറ്റിക് ആസിഡിൻ്റെ സ്ട്രക്ചറാണ് ഇത്. ഓക്സിന് വേറൊരു ഫംഗ്ഷനും കൂടെ, മെയിൻറ്റെയിനിങ് അപ്പിക്കൽ ഡോമിനൻസ്. മോസ്റ്റ് പ്ലാന്റ്സ് ഹാവ് ലാറ്ററൽ ബഡ്സ് ലൊക്കേറ്റഡ് അറ്റ് നോഡ്സിൽ ലൊക്കേറ്റ് ചെയ്യുന്ന കുറേ ലാറ്ററൽ ബഡ്സ് ഉണ്ടാവും പ്ലാന്റ്സിനെ. Buds are embryonic meristems maintained in a dominant state. Auxin maintains this dormancy. ഈ ഡോർമൻസിനെയാണ് ഓക്സിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. As long as sufficient auxin is produced by the apical meristem, the lateral buds remain constant. If the apex of the shoot is removed, the auxin is no longer produced. This will cause the lateral buds to break their dormancy and begin to grow. Dormancy break ചെയ്തിട്ട് grow begin ചെയ്യാൻ ഇത് കോസ് ചെയ്യും. In effect, the plant become bushier, നല്ല അതായത് നല്ല ഗ്രോത്ത് ഒക്കെ ഉണ്ടായി ലീവ്സ് ഒക്കെ വന്ന് ബുഷിയർ ആവും പ്ലാന്റ്. When the garden trims their herbs, they are applying apical dominance. ഗാർഡനിനൊക്കെ അപ്പിക്കൽ ഡോമിനൻസ് ആണ് നമ്മൾ ഉപയോഗിക്കൽ. ഓക്സിൻസ് ടു മേജർ കൈൻഡ്സ് ആണുള്ളത്, നാച്ചുറൽ ഓക്സിൻ ആൻഡ് സിന്തറ്റിക് ഓക്സിൻ. മേജർ കാറ്റഗറീസ് ഓഫ് ഓക്സിൻസ് ആണ് ദിസ് ടു. നാച്ചുറൽ ഓക്സിൻസ് എന്ന് വെച്ചാൽ ദീസ് ആർ ദി ഓക്സിൻസ് ഒക്കറിങ് നാച്ചുറലി ഇൻ പ്ലാന്റ് പാർട്സ്. പ്ലാന്റ് റീജിയൻസിൽ നാച്ചുറലായിട്ട് ഒക്കർ ചെയ്യുന്ന ഓക്സിനാണ് നാച്ചുറൽ ഓക്സിൻ. ദിർഫോർ ദേ ആർ റിഗാർഡഡ് as ഫൈറ്റോ ഹോർമോൺസിനും ഇത് റിഗാർഡ് ചെയ്യുന്നുണ്ട്. ദി ബെസ്റ്റ് നൗൺ ആൻഡ് യൂണിവേഴ്സലി പ്രസൻറ്റ് ഓക്സിൻ ഈസ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്. നാച്ചുറൽ ഓക്സിൻസിലെ ബെസ്റ്റ് നൗൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്. Natural auxins may occur in plants as free auxins and bound auxins. ഈ നാച്ചുറൽ ഓക്സിൻസ് ഫ്രീ ഓക്സിൻസ് ആയിട്ടും ബൗണ്ട് ഓക്സിൻസ് ആയിട്ടും പ്ലാന്റിൽ ഒക്കർ ചെയ്യുന്നുണ്ട്.
Free auxins move out from plants readily, but bound auxins are released from plant tissues only after hydrolysis, autolysis, or enzymolysis. Um, Two kind of വേയിലാണ് ഓക്സിൻസ് ഒക്കർ ചെയ്യുന്നത് പ്ലാന്റ്സിൽ. ഒന്ന് ഫ്രീ ഓക്സിൻസ് എന്ന് പറയും, ഒന്ന് ബോണ്ട് ഓക്സിൻസ്. ഫ്രീ ഓക്സിൻസ് എന്ന് വെച്ചാൽ അവർക്ക് പ്ലാന്റിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും റെഡിലി മൂവ് ഔട്ട് ചെയ്യാം. മറ്റേ ബോണ്ട് ഓക്സിൻസിൽ അങ്ങനെയല്ല, അവർ ഹൈഡ്രോളിസിസ് ഓർ ഓട്ടോളിസിസ് അങ്ങനെ ഏതെങ്കിലും ഫങ്ഷൻ വരുമ്പോഴാണ് പ്ലാന്റിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യുക. ഇതാണ് തമ്മിൽ ഡിഫറൻറ്റ്. ഇതാണ് നാച്ചുറൽ ഓക്സിൻ ആൻഡ് ആൻഡ് ഓക്സിൻ്റെ വേറൊരു കൈൻഡ് ഓഫ് ടൈപ്പാണ് സിന്തറ്റിക് ഓക്സിൻസ്. Many synthetic chemicals can evoke physiological responses similar to those initiated by indole acetic acid. അതാണ് സിന്തറ്റിക് ഓക്സിൻസ് എന്നറിയപ്പെടുന്നത്. സിന്തറ്റിക് ഓക്സിൻസ് ആർ നോട്ട് ട്രീറ്റഡ് ആസ് ഫൈറ്റോ ഹോർമോൺസ്. അവർ ഫൈറ്റോ ഹോർമോൺസ് പോലെ ട്രീറ്റ് ചെയ്യുന്നില്ല. ദീസ് ആർ കൺസിഡർഡ് ആസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. സിന്തറ്റിക് ഹോർമോൺസ് കൺസിഡർ ചെയ്യുന്നത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആയിട്ടാണ്. സം എക്സാമ്പിൾസ് ഓഫ് സിന്തറ്റിക് ഓക്സിൻസ് ആർ ഇൻഡോൾ 3 ബ്യൂട്ടറിക് ആസിഡ്, IBA എന്ന് പറയും. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇത് പ്ലാന്റ് ഗ്രോത്തിന് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആയിട്ടാണ് ഈ സിന്തറ്റിക് ഓക്സിൻസ് ബിഹേവ് ചെയ്യുന്നത്. Auxins are widely distributed throughout the plant body, but their highest concentration found on growing parts of plants and the lowest concentration found on not growing parts of plants. ഓക്സിൻസ് പ്ലാന്റിൽ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് അതിൽ കോൺസെൻട്രേഷൻ കൂടുതൽ കാണപ്പെടുന്നത് അവരുടെ ഗ്രോയിങ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സിലാണ് ആൻഡ് ലോ കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്നത് നോൺ ഗ്രോയിങ് പാർട്സിലുമാണ്. ഓക്സിൻസ് ആർ ലൊക്കേറ്റഡ് മെയിൻലി ഓൺ ആക്റ്റീവ്ലി ഗ്രോവിങ് റീജിയൻസ് സച്ച് എസ് ഷൂട്ട് അപ്പെക്സ്, റൂട്ട് അപ്പെക്സ്, മെരിസ്റ്റംസ്. And then antioxidants. These are compounds which inhibit the polar movement of oxygen. The chemicals such as 1,2,3,5 isobenzoic acid and naphthalamic acid are good examples of antioxidants. Antioxidants എന്ന് വെച്ചാൽ അവർ പോളാർ മൂവ്മെൻറ്റ് ഓഫ് ഓക്സിജനെ ഇൻഹാബിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് 2-3 എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. And the physiological effects of auxins ആണ് പറയുന്നത്. The primary to physiological effect of auxin in plants is to stimulate the elongation of cells in shoot. മെയിൻ പ്രൈമറി ഫിസിയോളജിക്കൽ എഫക്റ്റ് ആണ് സ്റ്റിമുലേറ്റ് എലോങ്ങേഷൻ ഓഫ് സെൽസ് ഇൻ ഷൂട്ടിൻ്റെ സെൽസിനെ എലോങ്ങേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ദി ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിൻ ഓൺ ദി ഷെയ്ഡഡ് സൈഡ് കോസസ് ദ സെൽസ് ഓൺ ദാറ്റ് സൈഡ് ടു elongate more rapidly, resulting in bending of the stem tip towards the unilateral late. The higher concentration of auxin on the shaded side causes the cells on that side to elongate more rapidly, resulting in bending of the stem tip towards the unilateral late.